നമസ്തേ, കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഞാൻ മാലതി വാര്യർ. എൻ്റെ ചാനലാണിത് കേട്ടോ, കഥകളതി സാഗരം. ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നത്തെ കഥ വിറക് വെട്ടുകാരനും കുറുക്കനും. വിറക് വെട്ടുകാരൻ കാട്ടിലൊക്കെ മരങ്ങൾ വെട്ടിയിട്ട് വിറക് വെട്ടി അങ്ങനെ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ്. കുറുക്കനാണെങ്കിൽ മഹാസൂത്രശാലിയാണ്. ആഹാരം തേടുക, ഭക്ഷണം കഴിക്കുക, വിശ്രമിക്കുക, അതുമാത്രമേ കുറുക്കന് ജോലിയുള്ളൂ. കുറുക്കനും വല്ലാതെ എന്ത് ജോലിയാണ് ചെയ്യണത്? അങ്ങനെ ഇരിക്കെ കുറുക്കൻ അങ്ങനെ സുഖമായിട്ട് കാട്ടിൽ മറ്റു മൃഗങ്ങളെയൊക്കെ, കോഴിയും കാട്ടുകോഴിയും ആടിനെയും ആട്ടുംകുഞ്ഞുങ്ങളെയും ഒക്കെ പിടിച്ച് തിന്ന് സുഖമായിട്ട് അങ്ങനെ മതിച്ച് മല കയറി നടന്ന് സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ദൂരെ അങ്ങനെ നിന്നിട്ടൊരു മരം വെട്ട്, എന്നിട്ട് ഒരു ദിക്കിലിങ്ങനെ വിശ്രമിക്കുകയായിരുന്നു. ആ ഒരു മരത്തിൻ്റെ വെട്ടിയിട്ട തടിയുടെ മുകളിലിരുന്ന്. അപ്പോൾ കുറച്ച് മാറിയിട്ട് അങ്ങോട്ട് ഒരു വീടിൻ്റെ മുറ്റത്തായിട്ട്, കാടിനോട് ചേർന്നിട്ടുള്ള ഒരു ഗ്രാമത്തിൽ വീടിൻ്റെ മുറ്റത്തായിട്ട് ഒരു വിറക് വെട്ടുകാരൻ നിന്ന് വിറക് വെട്ടുന്നത് കണ്ടു. അതിങ്ങനെ നോക്കിക്കൊണ്ട് അയാളുടെ അധ്വാനം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് കുറുക്കൻ്റെ ശ്രദ്ധ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താ, ഒരു വേടൻ തന്നെ അമ്പയ്യാനായിട്ട് ഇങ്ങനെ ഉന്നം പിടിച്ചോണ്ട് നിൽക്കുക. അയ്യോ, ജീവനിപ്പോൾ പൊയ്യനില്ലേ, ഇപ്പം താൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പം ഈ വേടൻ്റെ അമ്പ് കൊണ്ട് തൻ്റെ പണി കഴിഞ്ഞനെ എന്നങ്ങനെ വിചാരിച്ചുകൊണ്ട് വേഗം ഓടി അങ്ങനെ തന്നെ വിറക് വെട്ടണേൻ്റെ മുമ്പിൽ കൂടെ അവിടെ അടുത്ത് ചെന്ന് സ്വകാര്യമായിട്ട് വിറക് വെട്ടുകാരന്, ഒരു വേടൻ എന്നെ പിന്തുടർന്ന് വരുന്നുണ്ട്, എന്നെ അമ്പെയ്ത് കൊല്ലാനായിട്ട്, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. വേഗം വിറക് വെട്ടുകാരൻ പറഞ്ഞു, അകത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. വീടിൻ്റെ കുറുക്കൻ വേഗം തന്നെ അകത്ത് കയറി ഒരു മുറിക്കകത്ത് ചെന്നിരുന്നു. ഒരു ജനലിൻ്റെ അടുത്തായിട്ടാട്ടോ കുറുക്കന് ഇരുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ പുറത്ത് അവിടെ നിന്നുകൊണ്ട് നോക്കിയ പുറമെ വീടിൻ്റെ മുറ്റത്ത് മാറി നിന്ന് വിറക് വെട്ടണതൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദാ വരണു വേടൻ. കുതിരപ്പുറത്തൊക്കെയാണ് വരണേ, കുതിരപ്പുറത്താണ് വന്നിരുന്നത്. കുതിരയെ അവിടെ കൊണ്ടുവന്ന് അവിടെ അങ്ങനെ കൊണ്ടുവന്ന് നിർത്തി കെട്ടിയിട്ട് വഴിയിൽ നിർത്തിയിട്ട് വിറക് വെട്ടുകാരൻ്റെ അടുത്തേക്ക് വന്നിട്ട്, ഇതുവഴി ഒരു കുറുക്കൻ പോകുന്നത് കണ്ടോ എന്ന് ചോദിച്ചു. ആ കുറുക്കനെ കണ്ടെങ്കിൽ പിടിച്ചുകൊണ്ട് പോകാൻ, അമ്പെയ്ത് കൊണ്ട് പോകാനായിട്ട്. അപ്പോൾ വിറക് വെട്ടുകാരൻ ഒരു സംശയവും ശങ്കയൊന്നും കൂടാത്ത വിധത്തിൽ എന്ത് ചെയ്തു, കുറുക്കനോ ഇതിലൊന്നും വന്നില്ലല്ലോ എന്നാണ് പറഞ്ഞത്. കണ്ടില്ല, ഇതിലൊന്നും കുറുക്കൻ വന്നില്ല എന്ന് പറഞ്ഞു. അതേ സമയം തന്നെ കൈ ചൂണ്ടി ഇതേ അകത്തിരിപ്പുണ്ട്, ഒളിച്ചിരിപ്പുണ്ട്. കുറുക്കനെ അന്വേഷിച്ച് വന്ന വേടാ, ദാ നിൽക്കണു കുറുക്കൻ എന്നുള്ള മട്ടിലെ കൈ ചൂണ്ടി കുറുക്കനെ അങ്ങ് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പം എന്തായി, വിറക് വെട്ടുകാരൻ്റെ വാക്ക് ഡീസൻ്റ് വാക്ക്. കുറുക്കനെ കണ്ടേയില്ല, കുറുക്കൻ്റെ ജീവൻ രക്ഷിച്ചു. അതേസമയം പ്രവൃത്തി എന്തായിരുന്നു, കുറുക്കനെ ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടുള്ളത്. പക്ഷെ വേടനത് മനസ്സിലായില്ല. ഈ വിറക് വെട്ടുകാരൻ അങ്ങോട്ട് കൈ ചൂണ്ടുന്നത് കുറുക്കൻ അവിടെ ഒളിച്ചിരിക്കുന്നത് കൊണ്ടാണെന്ന് വേടന് മനസ്സിലാകാത്തത് കൊണ്ട് വേടൻ തൻ്റെ കുതിരപ്പുറത്ത് കയറി പോവുകയും ചെയ്തു. പോയി കഴിഞ്ഞപ്പോൾ വിറക് വെട്ടുകാരൻ തൻ്റെ ജോലി തുടർന്നു. അതേ സമയത്ത് ചെറിയ കുണ്ഠിതം തോന്നി, ഈ കുറുക്കനെ പിടിച്ചില്ലല്ലോ അയാൾ, വേടൻ പിടിച്ചോണ്ട് പോയില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ചു. അതേസമയം വിറക് വെട്ടുകാരൻ വേടൻ അവിടെ നിന്ന് പോയി എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ വീടിനകത്ത് നിന്ന് കുറുക്കൻ വിറക് വെട്ടുകാരൻ്റെ മുമ്പിൽ കൂടെ ഒരു കൂസലും ഇല്ലാണ്ട് അങ്ങോട്ട് നടന്നു പോയി 10 അടി അങ്ങോട്ട് കടന്നു കഴിഞ്ഞപ്പോൾ, കുറുക്കച്ചാരെ ഒന്നവിടെ നിൽക്കുക എന്ന് പറഞ്ഞു. തിരിഞ്ഞു നിന്നു. എന്താ കാര്യം? താൻ ഇങ്ങനെ നന്ദിയില്ലാത്തവനാവല്ലേടോ, തൻ്റെ ജീവൻ രക്ഷിച്ചത് ഞാനല്ലേ, എന്നോടൊരു വാക്കെങ്കിലും നന്ദി പറഞ്ഞിട്ട് പോക്കൂടെ തനിക്ക്? ഒരു നന്ദി വാക്ക്, ജീവൻ രക്ഷിച്ച ആളോടൊരു നന്ദി വാക്ക് പറഞ്ഞുകൂടെ തനിക്ക് എന്ന് ചോദിച്ചു വിറക് വെട്ടുകാരൻ. അപ്പം കുറുക്കൻ വേഗം അങ്ങോട്ട് തിരിച്ചു വന്നു വിറക് വെട്ടുകാരൻ്റെ അടുത്തേക്ക്. എന്നിട്ട് ചോദിച്ചു, താൻ പറഞ്ഞത് ശരിയാ, താൻ എൻ്റെ ജീവൻ രക്ഷിച്ചു, എനിക്ക് ഒളിച്ചിരിക്കാൻ ഇടം തന്നു, ഞാൻ ഒളിച്ചിരുന്നു, വേടൻ എന്നെ അന്വേഷിച്ചു വന്നു, കാര്യമൊക്കെ ശരിയാണ്, എൻ്റെ ജീവൻ രക്ഷിച്ചു, എനിക്കതിന് ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. പക്ഷേ
തന്നോട് ഞാൻ ആ നന്ദി പറയുന്നില്ല. എന്താ കാരണം? താൻ പറഞ്ഞ വാക്കെന്താ? കുറുക്കനെ കണ്ടില്ല എന്നാണ്. അതേസമയം തൻ്റെ വാക്കുകളനുസരിച്ചാണോ തൻ്റെ അവയവം തൻ്റെ കൈ പ്രവർത്തിച്ചത്? താൻ കൈ കൊണ്ട് തന്നെ കാണിച്ചു കൊടുക്കണതൊക്കെ ഞാൻ മുറിക്കകത്തിരുന്ന് കണ്ടു. തൻ്റെ വാക്കൊന്ന് വേറെ, പ്രവൃത്തി ഒന്ന് വേറെ. അത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ നന്ദി പറയാത്തത് എന്നും പറഞ്ഞ് കുറുക്കൻ അങ്ങ് പോവുകയും ചെയ്തു. വിറക് വെട്ടുകാരൻ ലഭ്യനായില്ലേ? ഓ, ചോദിക്കണ്ടായിരുന്നു. കുറുക്കനോട് ഒളിച്ചിരിക്കാൻ പറഞ്ഞ വേടനോട് കണ്ടില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. ഈ കാണിച്ചു കൊടുക്കണ ഈ കൈ കൊണ്ട് ചൂണ്ടി കാണിച്ചു കൊടുത്തത് മോശമായിപ്പോയി എന്ന് തോന്നി ലഭ്യനായി. എന്തെങ്കിലും ആവട്ടെ, കുറുക്കൻ രക്ഷപ്പെട്ടുല്ലോ എന്നും വിചാരിച്ച് തൻ്റെ പണി അങ്ങനെ തുടരുകയും ചെയ്തു. ഇതാണ് ഇന്നത്തെ കഥ, വിറക് വെട്ടുകാരനും കുറുക്കനും. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.